വരൂ വരൂ, എല്ലാവരും വരൂ. മാമ്പഴം വാങ്ങാം. മാമ്പഴമേളയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. മാമ്പഴം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് കാട്ടാക്കടയിലുള്ള അളിയൻ്റെ ഒരു വിളി. അളിയ, ഇവിടെ മാമ്പഴമേള നടക്കുന്നുണ്ട്, പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാമ്പഴം വാങ്ങാം. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് കടവും വാങ്ങി വണ്ടി എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കായിരുന്നു. അളിയൻ ഫോണ് താഴെ വയ്ക്കുന്നുമ്പേ ഞാൻ അവിടെ. പണ്ട് എൻ്റെ സഹോദരി ഞങ്ങൾക്ക് നാട്ടിൻപുറത്ത് ചെന്നൊരു കപ്പ മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങ കൊണ്ട് തരുമായിരുന്നു. ആ മാങ്ങ മേടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്തായാലും കയറിയ സ്ഥിതിക്ക് എല്ലാ മാങ്ങയുടെയും ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാത്തിൽ നിന്നും മേടിച്ച് കഴിച്ചു നോക്കി. ഞാൻ അന്വേഷിക്കുന്ന മാങ്ങ തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയാം. കപ്പ മാങ്ങ എന്നാണ് അതിൻ്റെ പേര്. എത്ര പഴുത്താലും അത് പച്ച കളർ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ഓടി വന്നിട്ടും എനിക്ക് ആ മാങ്ങ കിട്ടിയില്ല. നിരാശനായി മടങ്ങേണ്ടി വന്നു. നിരാശനായി നിന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിളി, സാറേ ഒന്ന് വരുമോ, സാറിനെ ഞാനൊന്ന് വെളുപ്പിച്ച് തരാം. സാർ ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട ആളല്ലെന്ന് പറഞ്ഞൊരു സോപ്പ് എടുത്ത് എൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. സാറിനെ ഞാൻ ഇപ്പോൾ വെളുപ്പിച്ച് തരാമെന്ന് പറഞ്ഞ്. എൻ്റെ കളർ ഗ്യാരണ്ടി കളറാണെന്നും അത് മാറത്തില്ലെന്നും സോപ്പ് തേച്ച കുട്ടിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ച മാങ്ങ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഇഷ്ടം പോലെ മാങ്ങയുണ്ട് കേട്ടാ. അതുപോലെ തന്നെ താണ്ട എല്ലാവിധ പലഹാരങ്ങളും, കുട്ടിക്ക് കളിക്കാനുള്ളതും പുസ്തകങ്ങളും. പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് വളരെ വിലക്കുറവിൽ ഇവിടുന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കഴിയും. പല പല വെറൈറ്റിയിലുള്ള മാങ്ങകൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇഷ്ടം പോലെ ഐറ്റം പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ഈ പുസ്തകങ്ങൾ. മാങ്ങയും പുസ്തകങ്ങളും ആവശ്യമുള്ളവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ, വിട്ടോളൂ കാട്ടാക്കടയ്ക്ക്.